ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ദോശയാണ്. ഈ ദോശയ്ക്ക് നമുക്ക് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പാണ്. ഇനി നമുക്ക് കടുക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കടുക് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ജീരകവും ഉഴുന്നുപരിപ്പും ഒക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയാണ്. ഒരു മീഡിയം സൈസുള്ള ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ സവാള പെട്ടെന്നൊന്ന് വഴണ്ടി വരുന്നതിന് വേണ്ടി അതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇത് നമ്മൾ അടച്ചു വെച്ചൊന്നും കുക്ക് ചെയ്യുന്നില്ല കേട്ടോ. കുറച്ചല്ലേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ അങ്ങ് വഴണ്ടി കിട്ടിക്കുള്ളൂ. അപ്പോൾ ദാണ്ട സവാള വയ്ക്കുന്നത് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണം നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ പച്ചമുളകും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ അതെല്ലാം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. 2 പിടി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ആ തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. എന്നിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഈ തേങ്ങ ഒരുപാടൊന്നും ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഈ തേങ്ങ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇതിനകത്തിൽ ഉപ്പൊക്കെ ആ തേങ്ങയിലേക്കൊന്ന് പിടിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഞാനൊരു ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഗോതമ്പ് പൊടിയും മൈദയും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ മൈദയിൽ മാത്രം ചെയ്യാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയിൽ മാത്രം ചെയ്യാവുന്നതാണ് കേട്ടോ. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ലൂസായിട്ട് തന്നെ നമുക്കിത് കിട്ടണം കേട്ടോ. നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോഴേ കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമുക്കത് പരത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഒരുപാട് തിക്കായി പോയി കഴിഞ്ഞാൽ നമുക്കിത് പരത്തിയെടുക്കാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ ഒട്ടും കട്ടയില്ലാതെ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ലൂസായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെയും സവാളയുടെയും കൂടെ ഒക്കെ കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. ഗോതമ്പ് പൊടിയിൽ നമ്മൾ കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളായിരുന്നു. കാരണം നമ്മൾ സവാള വഴറ്റിയപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. സാധാരണ നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഇതുപോലൊന്നും ചെയ്യില്ല. കുറച്ച് ഉപ്പും അല്ലെങ്കിൽ കുറച്ച് തേങ്ങ ചിരകിയതൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കാറാണുള്ളത്. പക്ഷേ അതുപോലത്തെ ടേസ്റ്റ് അല്ല ഇതിന്. ഒരു വട്ടമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നമ്മൾ ഈ ഉള്ളിയൊക്കെ വഴറ്റി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല ഇതിന്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ നല്ല രീതിയിൽ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആ തേങ്ങയുടെ കൂട്ടുകൂടെ ചേർത്ത് കൊടുത്തപ്പോൾ കുറച്ചുകൂടി നമ്മുടെ ആ ബാറ്റർ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി ഇത് ലൂസാക്കാൻ നിൽക്കണ്ട, ഇത്രയും മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അതൊക്കെ സ്കിപ്പ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയിലയാണ്. ഈ മല്ലിയിലയും ഈ സവാളയും എല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഈ ദോശയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിനകത്തിൽ പ്രത്യേകിച്ച് ബേക്കിംഗ് സോഡയോ അതുപോലെ ഈസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് പരത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും കേട്ടോ. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി.
ഇനി ഈ ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. സാധാരണ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഒരുപാട് കട്ടി കൂടി വരികയും അതുപോലെ പരത്താൻ പറ്റാതാവുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനുള്ള ടിപ്സൊക്കെ ഞാൻ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞു തരാം. അപ്പോൾ അതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുടാനായിട്ട് തുടങ്ങാം. ദോശ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഇരുമ്പിൻ്റെ പാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഏത് പാൻ എടുത്താലും നമ്മുടെ ഒരുപാട് ചൂടാവരുത്. ദോശ ഉണ്ടാക്കുന്ന സമയത്ത് പാൻ അങ്ങ് ഓവറായിട്ട് ചൂടാവരുത്. ഓവറായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ദോശ നല്ല രീതിയിൽ ചുട്ടെടുക്കാൻ പറ്റില്ല. ഇരുമ്പിൻ്റെ തവയാണ് എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച ശേഷം അതൊന്ന് നല്ലതുപോലെ ഒന്ന് തുടച്ച് മാറ്റിയ ശേഷം വേണം നമ്മൾ ഈ ദോശമാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ ദാണ്ട ഞാൻ ഒരു തവി ദോശമാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മുടെ ഈ പാനിൻ്റെ ചൂട് നമ്മൾ ബാലൻസ് ചെയ്ത് വെക്കണം. ഒരുപാട് ചൂടുമായി പോകരുത്, അതുപോലെ തന്നെ ഒരുപാട് ചൂട് കുറഞ്ഞും പോകരുത്. ഒരു മീഡിയം ലെവലിൽ മാത്രമേ നമ്മുടെ പാൻ ചൂടാകാവൂ. അപ്പോൾ നമ്മുടെ ദോശ താണ്ട് ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വരുന്നുണ്ട്. ഈ സമയം ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കണം കേട്ടോ, പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതുപോലെ ആ ഉള്ളി വഴറ്റുന്നത് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇനി ഈ ദോശ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ട് കൊടുത്തിട്ട് താണ്ട് ഇതേപോലെ ചട്ടുകം കൊണ്ട് നമ്മൾ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ചട്ടുകം കൊണ്ട് താണ്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നല്ലതുപോലെ ആ സൈഡൊന്ന് മുരിഞ്ഞ് കിട്ടത്തുള്ളൂ. തിരിച്ചു മറിച്ച് വിട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ അതാ കണ്ടില്ലേ, ഈ ഒരു സൈഡ് നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ആ മല്ലിയിലയും അതുപോലെ തന്നെ ആ ജീരകത്തിൻ്റെയൊക്കെ ആ ഒരു നല്ലൊരു മണം വരുന്നുണ്ട് ഇത് മൂത്ത് കഴിയുമ്പോൾ. ഇതുപോലെ തന്നെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് രണ്ട് സൈഡും ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ നമ്മളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ദോശ നമ്മൾ എല്ലാ ദോശയും ചുട്ട് കഴിഞ്ഞ ശേഷം നമ്മളിത് കഴിക്കാനായിട്ട് ഇരിക്കരുത് കേട്ടോ. ഇത് ചെറിയ ചൂടോടുകൂടി തന്നെ കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ദോശ ചുട്ടിട്ട് മുകളിൽ അടുക്കി വെക്കരുത്. ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ നമ്മൾ ചുട്ട് വെക്കുമ്പോഴേ ഓരോന്നിനും ഇങ്ങനെ ഈർപ്പം തട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടൊരു പാത്രത്തിൽ നിരത്തി ഇടുന്നതാണ് നല്ലത്. അതുപോലെ ഒരു 3-4 ദോശയൊക്കെ ആകുമ്പോൾ നമ്മളിത് കഴിക്കാനായിട്ട് കൊടുക്കണം. ആ ചൂടോടെ കഴിക്കുന്നതാണ് അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശയെല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ദോശയെല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. ഇനി ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.